അപ്പോഴേ പറഞ്ഞു നമ്മൾ മല ഇറങ്ങുകയാണ്. അതെ, നമ്മൾ ആദ്യമായിട്ടല്ലേ കയറുന്നത്? അതെ. ഇവിടോട്ട് വരുമ്പോൾ കുറേ ആശങ്കകളുണ്ടായിരുന്നു. എങ്ങനെ വേണം, എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ പല സുഹൃത്തുക്കളോടും തിരഞ്ഞിരുന്നു. അതെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടേക്ക് വരുമ്പം എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ കരുതണം എന്നൊക്കെയുള്ളത് എല്ലാവരുടെയും ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് തോന്നിയത്? ആദ്യം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. അത് അവർ വിളിക്കുമ്പോൾ തന്നെ ഏത് ദിവസം തൊട്ടാണെന്ന് പത്രത്തിലൊക്കെ അറിയിപ്പ് കാണും. ആ ദിവസം തന്നെ അത് കൃത്യം 5 മിനിറ്റ് പോലും എടുക്കാതെ ചിലപ്പോൾ സ്ലോട്ട് തീർന്നു പോകും അല്ലേ? അതെ. അതല്ലെങ്കിൽ വരാനുള്ള ഒരു ഓപ്ഷൻ എന്താണ്? പാക്കേജ് അല്ലേ? പാക്കേജിൽ വരിക. അതെന്താണ്? പാക്കേജിൽ 6000 രൂപയോളം അടയ്ക്കണം എന്ന് പറയുന്നത് കേട്ടു. അതിനുശേഷം നമുക്ക് ഇത്ര ഒരു പാക്സിൽ ഇത്ര പേരുണ്ടാകും എന്നുള്ള അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു പാക്സിൽ ഇത്ര പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് വെച്ചേക്കണം. ഒരാൾക്ക് 6000 രൂപ വെച്ച് അടയ്ക്കണം, ഫുഡ് ഉൾപ്പെടെ എല്ലാം. 6000 ആക്കിയിട്ടില്ല, 6000 ഇത്തവണ 4000 രൂപയുള്ളൂ ഈ സീസണിൽ. സീസൺ കഴിഞ്ഞുള്ള സമയം 4000 വെച്ചാൽ 3000 പ്ലസ് 1000 ഫുഡാണ്. അന്നേരം നമ്മുടെ കൂടെ ഗാർഡുമാരൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ കൂടെ വരും. കാരണം അത് ഓഫ് സീസൺ അല്ലേ? അതെ. മൃഗങ്ങളൊക്കെ കാര്യമായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. ഇവിടെ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടുത്ത വർഷം മുതൽ അത് കൂടുമെന്നുള്ള സൂചനകളുണ്ട്. പിന്നെന്താണ്, എന്തൊക്കെ കൈ കരുതണ്ടേ? എന്തൊക്കെ കയ്യിൽ കരുതുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആദ്യം ഈ ട്രെയിൽസ് പോകുന്നതിന് മുമ്പ് ഒരു വർക്കൗട്ട് നന്നായിരിക്കും. നമ്മുടെ മസിൽസിനേക്ക് ഒന്ന് പരിചയമാക്കുക. പിന്നെ അത്യാവശ്യം ഒരു ട്രക്കിങ്ങിന് മുമ്പുള്ള ഒരു പ്രീ സ്ട്രെച്ചിങ്ങും അതിനുശേഷമുള്ള ഒരു പോസ്റ്റ് റിലാക്സേഷൻ വർക്കൗട്ടുകളും ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. യൂട്യൂബുകളിലുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ ജിം ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കയറുമ്പോൾ അത്യാവശ്യം വേണ്ട സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് കയറുക. അതിനുശേഷം ഒരു ദിവസത്തെ ട്രക്കിംഗ് അവസാനിപ്പിച്ച് നമ്മൾ ടെൻറ്റിലേക്ക് മടങ്ങുമ്പോൾ അത്യാവശ്യം മസിൽ റിലാക്സേഷന് വേണ്ടുന്ന കുറച്ച് എക്സസൈസുകളൊക്കെ യൂട്യൂബിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ ജിം ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്തിട്ട് കിടന്നാൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മസിൽസിന് പ്രശ്നങ്ങളുണ്ടാവില്ല. അതിനുശേഷം കയ്യിൽ കരുതാനെന്ന് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ കരുതിയ കാര്യങ്ങൾ പറയാം. അത്യാവശ്യമായിട്ടും മഴ സീസൺ ആണെങ്കിൽ ലീച്ചിനടിക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം സാനിറ്റൈസറോ അല്ലെങ്കിൽ ഈ ഡെക്കാത്തലോൺ പോലുള്ള ഓൺലൈൻ കാർട്ടുകളിൽ കിട്ടുന്ന നമുക്ക് ലീച്ച് സ്പ്രേ ഉണ്ടാവും, അത് വാങ്ങുക. പിന്നീട് വേണ്ടത് ഈ ചുണ്ടുകൾ വരണ്ട് പൊട്ടുന്നതിന് നമുക്കുള്ള ലിപ് ബാം ഉപയോഗിക്കുക. അതുകൂടാതെ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് കൊണ്ടുനടക്കുക. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സ്കിന്നിന്റെ പോലുള്ള സ്കിന്നിന്റെ സംരക്ഷണം പൊട്ടും, നല്ല തണുപ്പുണ്ടാവും. അതെ, സ്കിന്നിങ്ങനെ വലിഞ്ഞ് പൊട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മോയ്സ്ചറൈസറും അത്യാവശ്യം നമുക്ക് ചുണ്ടിന് ലിപ് ബാമും കൊണ്ടുനടക്കുക. പിന്നെ എസെൻഷ്യലായിട്ട് വേണ്ട ഒരു ജാക്കറ്റും പിന്നെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതെ, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു ജാക്കറ്റ്. അത് കൂടാതെ ഒരു മഫ്ലർ, അത് ചെവി കൂടി കവർ ചെയ്യുന്ന ടൈപ്പ് ഒരു മഫ്ലർ. പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഇതാണ്, രാത്രി കിടന്ന് ഉറങ്ങാനും പ്രശ്നമാണ്. ഏറ്റവും മുകളിൽ വമ്പൻ കാറ്റാണുള്ളത്. പിന്നെ ചെറിയ മഞ്ഞ് വീഴ്ച പോലെ ചെറിയ മഞ്ഞ് തുള്ളികൾ വീഴുന്നത് കൊണ്ട് പഫർ ജാക്കറ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് 2ാം ദിവസം. പിന്നെ അത് കൂടാതെ ഒരു ഗ്ലൗസ് കൂടി ഉണ്ടെങ്കിൽ അത്യാഡംബരമായി. അതായത് നമ്മൾ ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ അതിശക്തമായ തണുപ്പും കോടയും കാറ്റും എല്ലാം കാരണം കൈവെള്ളയുടെ എല്ലിന് പെയിൻ ഉണ്ടായി. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു ഗ്ലൗസ്. ഓരോ സമയത്ത് ഓരോ കാലാവസ്ഥയാണ് ഇവിടെ. പക്ഷെ എന്നാലും നമ്മൾ പോയപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു, ഒരു കയ്യറ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി. പിന്നെന്താണ്, അത്യാവശ്യം ബാഗ് ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ? കാരണം പരിമിതമായ സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം 10-100 പേരെങ്കിലും 2 ഡോർമെറ്ററികളായിട്ട് 100-150 പേരെങ്കിലും കയറുന്നവരും ഇറങ്ങുന്നവരുമായിട്ട് കിടക്കുന്നുണ്ടാകും. ഏതാണ്ടൊരു കണക്ക്. ഒരു പായ മാത്രമാണ് കിട്ടുക, കുറേയൊക്കെ പൊടിയൊക്കെ പിടിച്ചതായിരിക്കും. അപ്പോൾ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ കംഫർട്ടാണ്. പിന്നെന്താ വേണ്ടേ? പ്ലാസ്റ്റിക് അല്ലാത്തൊരു വെള്ളക്കുപ്പി നല്ലതാണ് അല്ലേ? വെള്ളം കളക്ട് ചെയ്യാൻ. ആദ്യത്തെ ദിവസം നമ്മൾ കൊണ്ടുവരാമെങ്കിലും പിന്നീട് നമ്മൾ അരുവികളിൽ നിന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതെ.
കുറച്ച് കഴിയുമ്പോൾ അല്ലാതൊരു ഒരുപാട് വെള്ളം കൊണ്ടുവരുന്ന ഒരു പരിപാടി പ്രാക്ടിക്കൽ അല്ല. നമ്മൾ അത്ര ദൂരം നടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും വെള്ളം ചുമന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒരു 750 ml ഒരു ബോട്ടിൽ വെച്ചിരുന്നാൽ മതി. അതെ, ഇടയ്ക്ക് വെള്ളം ഈ അരുവിയിൽ നിന്ന് ശേഖരിച്ച് കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. നമുക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ ഉള്ളവരാണെങ്കിൽ അത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ശുദ്ധജലമാണ്, മറ്റേ കാട്ടിൽ കൂടി ഈ ഔഷധ സസ്യങ്ങൾക്കിടയിലൂടെയൊക്കെ ഒഴുകി വരുന്നതാണ് എന്നൊക്കെ. ചിലർക്കത് താല്പര്യം കാണില്ല. പക്ഷേ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ. ഇടയ്ക്കും വെള്ളത്തിനുള്ള പോയിന്റുകളും പരിപാടികളും ഒന്നും അങ്ങനെ ഇല്ല. പിന്നീട് നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന സ്നാക്സും ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ളത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാര്യം നമ്മൾ നല്ല എനർജി സ്പെൻഡ് ചെയ്താണ്, ഏകദേശം നല്ല എനർജി സ്പെൻഡ് ചെയ്താണ് നമ്മൾ ഓരോ ദിവസം കയറുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും, അതുകൂടാതെ ഡാർക്ക് ചോക്ലേറ്റ്, ഞങ്ങൾ കരുതിയത് അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. അതുപോലെ എന്തെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ലൈറ്റ് വെയിറ്റ്, പരമാവധി പേപ്പറിലുള്ളത് കൊണ്ടു നടന്നാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത് അത് എൻ്റർ ചെയ്യിച്ച് ചെറിയൊരു ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരും. ഡെപ്പോസിറ്റ് അവിടെ 200 രൂപ ഡെപ്പോസിറ്റ് വാങ്ങണം. നമ്മൾ 8 പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഒരു 8 മുട്ടായി ചോക്ലേറ്റ് കൊണ്ടുപോകണമെങ്കിൽ ആ 8 എണ്ണത്തിൻ്റെയും കവർ തിരിച്ചു കൊണ്ട് കാണിക്കണമെങ്കിൽ ആ 200 രൂപ തിരിച്ചു കിട്ടുള്ളൂ. പിന്നെന്താണ്? പിന്നീട് ഇവിടെയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ബേസ് ക്യാമ്പുകളിലും അവിടെ ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓരോ ബേസ് ക്യാമ്പല്ല, അതിന് മേലെ ബേസ് ക്യാമ്പും അതേപോലെ താഴെ ബോണക്കാട് തുടക്ക സ്ഥലത്തും. അവിടുന്ന് രാവിലെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കയറാം. അല്ലെങ്കിൽ ടൗണിൽ നിന്ന് വിതിരേന്നൊക്കെ കഴിച്ചിട്ട് വരികയാണെങ്കിൽ വിതിരേന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബോണക്കാട് തിരിയുന്നിടത്തൊക്കെ ഒരു കടയുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിട്ട് കയറിയാലും മതി. രാവിലെ ഒരു 7 മണിക്ക് റിപ്പോർട്ടിംഗ് ടൈം പറയുന്നുണ്ട്. ഒരു 8 മണിയോട് കൂടിയെങ്കിലും എത്തിയാൽ നമ്മുടെ പേപ്പറെല്ലാം കൊടുത്ത് അവർ ഓരോരോ സംഘങ്ങളാക്കി 10 പേരടങ്ങുന്ന സംഘങ്ങളാക്കി ഓരോ ഗൈഡുമാർക്കൊപ്പം നമ്മളെ വിടും. അവിടെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വടിയെടുക്കാം. നമ്മളിപ്പോൾ ഈ കുത്തി നടക്കുന്ന വടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 20 രൂപ ആണ് അതിൻ്റെ ചാർജ്. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ എടുക്കണം എന്നാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഇതേ വടി തന്നെ ഹൈക്കിങ്ങിൻ്റെ ഓൺലൈനിൽ കിട്ടും. ഡെക്കാത്തലോണിൽ പല കുട്ടികളും അത് കൊണ്ടു നടക്കുന്ന കണ്ടിട്ടുണ്ട്. അതെ അതെ. പിന്നെ കൂടാതെ എസെൻഷ്യൽ മെഡിക്കേഷൻസ് അത് ഇവിടെ കിട്ടാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം നമ്മൾ കൊണ്ടു നടക്കണം. അതെ അതെ. ഒരു ബാൻഡേഡ് ഒക്കെ കൊണ്ടു നടക്കുന്നത് നല്ലതാണ് അല്ലേ? അതെ. ചെറിയ മുറിവുണ്ടാകുമ്പോൾ പിന്നെ സാധ്യതയുണ്ട്. പെയിൻ കില്ലർ പോലെയുള്ള എന്തെങ്കിലും, ഓളിനി പോലെയുള്ള എന്തെങ്കിലും പെയിൻ കില്ലർ സ്പ്രേ ഉണ്ടെങ്കിൽ മസിൽസ് പിടിക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ തക്കവണ്ണം കൊണ്ടു നടക്കാവുന്നതാണ്. അതെ. പിന്നൊരു കാര്യം, നമുക്ക് പേഴ്സണലി ഗുണം ചെയ്ത ഒരു എന്താ പറയുക, കംഫർട്ട് തോന്നിയൊരു സാധനം നമ്മുടെ ട്രക്കിംഗ് ഷൂസ് ആണല്ലേ? അതെ. ട്രക്കിംഗ് ഷൂസ് ഭയങ്കര അടിപൊളിയായിരുന്നു. മസ്റ്റ്. കാരണം ഞാനാണെങ്കിൽ ഉപയോഗിക്കുന്നത് ഡെക്കാത്തലിൽ നിന്ന് മേടിച്ചാണ്. ഇതൊരു 10,000-4,000 രൂപയുടെ സാധനമാണ്. അദ്ദേഹം ഉപയോഗിക്കുന്നത് 1000 രൂപയുടെയാണ്. പക്ഷേ അതും അടിപൊളി തന്നെയാണ്. അതും ഡെക്കാത്തലിനും തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഷൂ ഉറപ്പായി നിങ്ങൾ കരുതണം. കാരണം ഈ അവസാന ദിവസത്തെ യാത്ര കൂടുതലും പാറയുടെ മുകളിൽ കൂടിയൊക്കെയാണ്. റോപ്പിലൊക്കെ പിടിച്ച് കയറണം. അപ്പം നമ്മുടെ കാലോ ഉറയ്ക്കാൻ സ്ലിപ്പറൊന്നും പോരാ. പിന്നെ രണ്ടാമത് ഇവിടെ ബാത്റൂമിലൊക്കെ പോകുന്നതിന് വേണ്ടി വേണമെങ്കിൽ സ്ലിപ്പർ, ഒരു ലൈറ്റ് വെയിറ്റ് സ്ലിപ്പർ അല്ലെങ്കിൽ ഈ ഷൂ ഇട്ട് തന്നെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഉള്ള എന്താ പറയുക, ഒരു റോ പോലെയാണ് ബാത്റൂം സൗകര്യമുള്ളത്. ഇവിടെ അങ്ങനെ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം ഡോർമെറ്ററി ഉണ്ട്. പുരുഷന്മാർക്കുള്ള ഡോർമെറ്ററി 2 എണ്ണം ഉണ്ട്. സ്ത്രീകൾ ഒരു ദിവസം ഒരു 10 പേരോ 15 പേരോ ഒക്കെയാണ് കാണാറുള്ളത്. ഇവിടെ ഗംഭീര കാറ്റടിക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നമ്മൾ പുല്ലമേടിൽ രക്ഷയില്ലാത്ത കാറ്റ് കേട്ടോ. ക്യാമറ ഒന്നും കയ്യിൽ നിൽക്കുന്നേ ഇല്ല. പിന്നെ ഒന്നുള്ളത് ഭക്ഷണ കാര്യമാണ്. ആദ്യ ദിവസത്തെ ഭക്ഷണം നമ്മൾ രാവിലെ താഴെ ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് തരും. അതിനവിടെ പൈസ കൊടുത്ത് മേടിക്കാവുന്നതാണ്. രാവിലെ കഴിക്കാനുള്ളത് കിട്ടും, ഉച്ചക്കത്തേക്കുള്ള പാഴ്സലും കിട്ടും. ചോറും ഞങ്ങൾക്ക് കിട്ടിയത് ചോറ്, പിന്നെന്താ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി, ചെറിയ അവിയലുണ്ടായിരുന്നു. അവിയലായിരുന്നു അത്. പിന്നെ ഒരു നാരങ്ങാറുണ്ടായിരുന്നു, അച്ചാർ. പിന്നെ 2 കറികൾ, മോരുകറിയും രസവും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി രുചിയായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് നമ്മൾ അത്രയും തളർന്നു വന്നിട്ടാണ് അതെടുക്കുന്നത്.
അപ്പോൾ ഫുഡ് അങ്ങനെ അവിടെ കിട്ടൂലേ രാവിലത്തേത്. പിറ്റേ ദിവസത്തെ അന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ കഞ്ഞി ഈ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് കിട്ടും. രാത്രിയിൽ ഉച്ചയ്ക്കും കഞ്ഞിയാണ്. അതിന് 175 രൂപയാണ് ഒരു കഞ്ഞിയുടെ വില. കാരണം അവർ അത്രയും ദൂരത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. കഞ്ഞി, പയർ, പപ്പടം, അച്ചാർ ഇത്രയും ഉണ്ടാവും. രാവിലെ ഞങ്ങൾക്ക് 2 ദിവസവും പുട്ടാണ് കിട്ടിയത്. പുട്ടും നല്ല വെള്ള കടലക്കറി, നല്ല രുചിയുള്ള കടലക്കറിയായിരുന്നു. പിന്നെ നല്ല ചുക്ക് കാപ്പി കിട്ടും, അതേപോലെ കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഇത് രണ്ടും കിട്ടും. പിന്നെയുള്ളത് നമ്മൾ 2-ാം ദിവസം മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് രാവിലെ പാഴ്സൽ തന്ന് വിടും. അത് നമ്മൾ പൊങ്കാലപ്പാറ അടുത്തൊക്കെ വെള്ളമുള്ള സ്ഥലമുണ്ട്. അവിടെ എത്തി അത് നല്ലൊരു ഹൈക്കിങ്, ഒരു പകുതി ദൂരത്തിനടുത്ത് 2 കിലോമീറ്റർ കഴിഞ്ഞെത്തുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ കഴിക്കും. ചിലർ മുഴുവൻ അവിടെ നിന്ന് കഴിക്കും. കാരണം രാവിലെ ഒരു 10 മണിയോടുകൂടി ഞങ്ങളങ്ങ് മുകളിലെത്തിയായിരുന്നു. അതുകൊണ്ട് രാവിലെ ഒരു 8 മണിക്ക് കഴിച്ചു. പിന്നെ തിരിച്ച് ഞങ്ങളൊരു 2-2:30 ആയപ്പോൾ തിരിച്ചെത്തുകയും ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ ഈ നേരത്തെ പറഞ്ഞ ചോക്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചിലർ ഈ പകുതി കഴിച്ചിട്ട് അല്ലെങ്കിൽ 2 പൊതി വാങ്ങും, അല്ലെങ്കിൽ പകുതി കഴിച്ചിട്ട് പകുതി കൊണ്ടുവന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അത്രയും എന്താ പറയുക, 2 പൊതിയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം 2-ാം ദിവസത്തെ യാത്ര നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലാകെ ഒരു കുപ്പിവെള്ളമോ ഭക്ഷണമോ മാത്രമേ പരമാവധി കാണാവൂ. അതിൽ കൂടുതലൊന്നും താങ്ങാനുള്ള അവസ്ഥയായിരിക്കില്ല നമ്മുടെ ശരീരത്തിന്. പിന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ, കയ്യൊറ, ക്യാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും അല്ലേ? അതെ. അതിൽ വേറെ വല്ലതും ഉണ്ടോ? 2-ാം ദിവസം അത്രയേ ഉള്ളൂ ഏതാണ്ട്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. അവിടെ എല്ലാവരെയും പോയി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ വൈകുന്നേരം ഒരു 5 മണി 5:30 ആയിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ സമ്മതിക്കില്ല. ഞങ്ങൾ കുളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് കാവൽ നിൽക്കുകയും ചെയ്തിരുന്നു. നമ്മൾ കുളിക്കുന്ന കണ്ടിട്ട് അവർ പറഞ്ഞാണ്. അവർ പൊതുവേ പറയാറുണ്ട് നിങ്ങൾ അവിടെ പോകരുത്, കാരണം കരടി വരാറുണ്ട് എന്ന് പൊതുവേ പറയാറുണ്ട് പലപ്പോഴും. ചില സമയത്തൊക്കെ കരടിയുടെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ മേഖല ഇഷ്ടം പോലെ കരടിയുള്ള സ്ഥലമാണ്. അതിനെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. നമ്മൾ പോയ വഴിക്ക് ഇഷ്ടം പോലെ കരടിയുടെ കാഷ്ടമൊക്കെ കണ്ടായിരുന്നു അല്ലേ? അതെ. നമ്മുടെ ഈ അതിരുമല ബേസ് ക്യാമ്പിൽ ഒരിടത്ത് മാത്രം നിന്ന് കഴിഞ്ഞാൽ ചില ഫോണുകൾക്ക് റേഞ്ച് ഉണ്ട്. ജിയോയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ എയർടെല്ലിന് ചെറുതായിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ അറിവിലാണ് ഇതൊക്കെ. ചിലതൊക്കെ ബാക്കി പല കമ്പനികളുടെ ഉണ്ടാകുമായിരിക്കും, അറിയില്ല. പക്ഷേ ജിയോയ്ക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിച്ചു. ഒന്ന് ഫോൺ ചെയ്യാം. ഫോൺ റേഞ്ച് ഒന്ന് പോയി വന്നു ഇരിക്കും. ഫോൺ കൊണ്ടുവരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ നേച്ചറിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ഒരു ഇതായതുകൊണ്ട് ഉച്ചത്തിൽ പാട്ട് വെച്ച് നടക്കുക, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം. പല ആളുകളും ഉച്ചത്തിൽ പാട്ട് വെച്ച് നടക്കുന്ന കണ്ടു. നമ്മൾ ശരിക്കും ഇതല്ലേ സംഗീതം, ചുറ്റുമുള്ളതാണ് സംഗീതം. അപ്പോൾ നമ്മൾ വേറൊരു പാട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതെ 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 അതെ, അത് നമുക്ക് തോന്നിയൊരു സാധനമാണ്. കാരണം ഇവിടെ ആസ്വദിക്കാൻ അത്രയും കാര്യങ്ങളുള്ളപ്പോൾ നമ്മളങ്ങനെ പാട്ടും വെച്ച് നടക്കേണ്ട ഒരു സുഖം ആകില്ല. മറ്റു പലർക്കും അതൊരു സുഖമായിട്ട് തോന്നാറുമില്ല. ആളുകൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ദയവ് നോക്കിയോ എന്നൊക്കെ. പിന്നെ ഒന്ന് മൊബൈൽ ചാർജിങ് പോയിന്റ് ഇപ്പോൾ ഡോർമെറ്ററികളിൽ ഒരു 2 പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ വർഷമൊന്നും അത് ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ക്യാൻറ്റീനിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ കൊടുത്താൽ അവർ ചാർജ് ചെയ്ത് തരുന്ന രീതിയായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിനുള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായും കരുതേണ്ടത് ഒരു നല്ല പവർ ബാങ്ക് കൊണ്ടുവരിക. പവർ ബാങ്ക് കൊണ്ടുവന്നാൽ അത് ചാർജ് ചെയ്യാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റയുടെ ക്യാമറയൊക്കെ ആണെങ്കിലും ഞാൻ പവർ ബാങ്ക് കൊണ്ടാണ് പലതവണ ചാർജ് ചെയ്താണ് ഉപയോഗിച്ചത്. മൊബൈൽ പിന്നെ കാര്യമായിട്ട് ഉപയോഗിച്ചില്ല. മൊബൈൽ ഈ ഫോൺ ചെയ്യേണ്ട സമയത്ത് അവിടെ മാത്രമേ അല്ലേ ഉള്ളൂ, ആ സമയത്ത് മാത്രമേ ഓൺ ചെയ്ത് വെച്ചുള്ളൂ. വേറെ എവിടെ റേഞ്ചില്ല. വെറുതെ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ചാർജ് കളയാൻ നിൽക്കണ്ട അല്ലേ? അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ഫ്ലൈറ്റ് മോഡിൽ ഇടുക. അതെ അതെ, ഫോട്ടോ വേണ്ടപ്പോൾ ഫോട്ടോ എടുക്കുക. ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഇഷ്ടം പോലെ ലൊക്കേഷൻസ് ഉണ്ട്. എത്ര പറഞ്ഞാൽ തീരാത്ത അത്ര ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് ചാർജ് ഇല്ലാതെ വരരുത്. പ്രത്യേകിച്ച് ആദ്യ ദിവസം മുഴുവൻ ഉപയോഗിക്കുന്നു, നമ്മുടെ പവർ ബാങ്ക് ഒന്നുമില്ല. 2ാമത്തെ ദിവസം കാഴ്ച ഭയങ്കര അത്ഭുത കാഴ്ച തന്നെയാണ് പലയിടത്തും, പല ലൊക്കേഷനുകളും. അപ്പോൾ അത് നമ്മൾ പലതരം കാർഡ് എക്സ്പീരിയൻസ് ചെയ്താണ് പോകുന്നത്. അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അന്നേരം കയ്യിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ചാർജ് വേണം. ഡോർമെട്രിയിലെ
സപ്ലൈ ഉള്ള സമയം 5:45 മുതൽ ഏകദേശം രാത്രി 9 മണി വരെ. അതിനുശേഷം അവർ പവർ ഓഫ് ചെയ്തിട്ട് രാവിലെ 5:30 മാത്രമാണ് ഓൺ ആക്കുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. അതെ, രാത്രി ബാത്റൂമിന്റെ അവിടെ ലൈറ്റ് ഉണ്ട്, പക്ഷേ അതല്ലാതെ ഡോർമെട്രിയിൽ നമുക്ക് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല ആ സമയം, ഈ സമയം ഒഴികെ, ഈ പറഞ്ഞ സമയം ഒഴികെ. താഴേന്ന് ചുമന്നുകൊണ്ട് വരുന്ന പെട്രോളിലുള്ള ജനറേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സോളാർ പവറും ഉണ്ട് ചെറിയ രീതിയിൽ. എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടായിരിക്കും ബാത്റൂമിന്റെ അവിടെയൊക്കെ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടേക്കുന്നതൊക്കെ ഉണ്ട്. ഒരു റെയർ ആയിട്ടുള്ള സാധനമാണ് ഇലക്ട്രിസിറ്റി അവിടെ. അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടേക്ക് വരുമ്പോഴേ ഡ്രസ്സുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെ, ഒന്ന് ലൈറ്റ് വെയ്റ്റ്, ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള വലിയ ജീൻസ് ഒന്നും ഒരിക്കലും ഇടരുത്. 2, ഞാനിട്ടിരിക്കുന്ന 3/4 സൂപ്പർ ഡ്രൈ ആയിരിക്കണം, പെട്ടെന്ന് ഡ്രൈ ചെയ്ത് പോകുന്ന ഐറ്റംസ് ആയിരിക്കും. അതെ അതെ, ഇതെല്ലാം ഭയങ്കര ഓക്കെയാണ്. അങ്ങനെയുള്ള നമ്മൾ ഡെക്കാത്തലോണിലൊക്കെ നേരത്തെ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങളിൽ അത്തരം സാധനങ്ങൾ കിട്ടും. അതാണ് അടിപൊളി. പിന്നെ എനിക്കൊന്ന് ആരിവിടേക്ക് വരണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തോന്നുന്നു. കാരണം ഇന്നലെ പലരും മടുത്തൊക്കെ നിൽക്കുന്നത് കണ്ടു. ഇവിടേക്ക് വരാനൊരു മൈൻഡ് സെറ്റ് വേണം അല്ലേ? അതെ, അതായത് ഒരു കൂട്ടുകാരുടെ ഒരു സംഘത്തിനൊപ്പം ഞാനും കൂടെ അങ്ങ് പോയേക്കാം, എന്നെ അവർ വിളിച്ചതല്ലേ, പക്ഷെ അവർക്കൊരു താല്പര്യവും കാണില്ല. അങ്ങനെയൊക്കെ വരുന്നവർ ആ സംഘത്തെ ആകെ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഇതിനൊരു അത്രയും ആഗ്രഹമുള്ളവർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇത് ഇത്ര ദൂരമുണ്ട്, നമ്മൾ ഇനിയും 16 കിലോമീറ്റർ നടക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ ഇതിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ യാത്രയുടെ ദൂരം ഒരു പ്രശ്നമല്ല. ശരിക്കും ഒരു ധ്യാനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രകൃതിയോട് അലിഞ്ഞു പോകുന്ന മെഡിറ്റേഷൻ എന്നോ എന്തൊക്കെ പറയാം. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചില ആളുകൾ വഴിയിൽ നിന്നിട്ട് അയ്യോ എനിക്ക് കയറാൻ വയ്യ, ഏത് സമയത്താണ് ഞാൻ ഈ ബുദ്ധി തോന്നിയെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ യാത്രക്കിടയിൽ കണ്ടു. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ട്രക്കിംഗ് ട്രെയിൽ അല്ല ഇത്. അവരൊക്കെ വളരെ ചെറിയ ഏതെങ്കിലും ട്രക്കിംഗ് പ്ലേസിലൊക്കെ ചുമ്മാ കയറുന്നത് നല്ലതായിരിക്കും. ഇതിന് ശരിക്കും അത്ര ആഗ്രഹം വേണം അല്ലേ? വരുന്ന ഓരോരുത്തർക്കും ഒരു ആഗ്രഹം വേണം. പിന്നെ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും ഇത് പൂർത്തിയായി കഴിയുമ്പോൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറഞ്ഞ ട്രക്കിംഗ് വളരെയധികം ഉപകാരപ്പെടും. പിന്നെ കൗതുകങ്ങളാണ് ഇഷ്ടം പോലെയുള്ളത്, പലതരം ടെറൈനുകൾ. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനസ്സാണോ നമ്മുടേത് എന്ന് സ്വയം ചോദിക്കുക, അതിനുശേഷം തീരുമാനിക്കുക. പിന്നെ ആദ്യം തന്നെ അഗസ്ത്യാർകൂടം ഒക്കെ വരാതെ അതിനെക്കാട്ടിൽ ഒരു 2-3 മണിക്കൂർ ട്രക്കിംഗ് ഉള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി നോക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്ത ശേഷം വേണം ഇവിടേക്കൊക്കെ ഇറങ്ങാൻ. ഇപ്പോൾ കിതയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു വിശ്രമം എടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതെ 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 അതെ. എനിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു ബോർഡർ പോലുള്ള സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ടേ ഒരുപാട് ദൂരെ നിന്ന് വരുന്നവർക്ക് താമസ സൗകര്യം ഒരു പ്രശ്നമാണ്. ഒന്നുകിൽ പുലർച്ചെ 5 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ബസ്സിൽ നിന്ന് കയറി വന്ന് ഇവിടെയൊക്കെ നേരിട്ട് ട്രക്കിംഗ് നടത്തണം രാവിലെ ഒരു 8 മണി 9 മണി തൊട്ട്. അതൊരു ഭയങ്കര ക്ഷീണമായിരിക്കും. അത് ഒരു ദിവസം മുമ്പേ അവിടെ റിപ്പോർട്ട് ചെയ്യും വേണമല്ലോ. അതെ അതെ, ഒരു ദിവസം മുമ്പേ. അത് ഓഫ്ലൈൻ എടുക്കുന്നവർക്ക്, നേരത്തെ എടുക്കുന്നവർക്ക് നേരെ ഇവിടെ വന്നാൽ മതി. ഓഫ്ലൈൻ എടുക്കുന്നവർക്ക് തലേ ദിവസം വന്ന് PTP നഗർ ഓഫീസിൽ വന്ന് തലേ ദിവസം അതിന് മുൻപത്തെ ദിവസം വന്ന് പൈസ അടച്ച് റെസിപ്റ്റ് കൈപ്പറ്റണം. പിന്നെ അല്ലെങ്കിൽ ദൂരെ നിന്ന് വരുന്നവരടുത്ത് എനിക്ക് തോന്നുന്നത് തലേന്ന് രാത്രി ഒന്ന് കിടക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഇവിടെ സൗകര്യം ഉണ്ടല്ലേ? അതെ, PWD ഗസ്റ്റ് ഹൗസ് വിദൂരയിലുണ്ട്. അത് ഓൺലൈനിൽ ബുക്കിംഗ് അവൈലബിൾ ആണ്. നേരത്തെ ബുക്ക് ചെയ്യണം. കുറച്ച് റൂംസേ ഉള്ളൂ, 2-3 റൂംസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് വന്നാൽ അത് കിട്ടും. അവിടുന്ന് പിന്നെ ഒരു 10-20 കിലോമീറ്ററേ ഉള്ളൂ ഈ സ്പോട്ടിലേക്ക്. ബസ്സിൽ വന്നു കഴിഞ്ഞാലുള്ള ഇതെന്ന് പറഞ്ഞാൽ ബോണക്കാട് ടി എസ്റ്റേറ്റിൻ്റെ അതിൻ്റെ പഴയ ഓഫീസിൻ്റെ അവിടെ നിർത്തിയിട്ട് പിന്നെ ഒരു 2.5 കിലോമീറ്ററോളം നമ്മൾ നടക്കണം ഈ ലഗേജ് എല്ലാം എടുത്തിട്ട്. അല്ലെങ്കിൽ മുഴുവൻ നടക്കാനുള്ളതാണ്. അങ്ങനെ അതെല്ലാം കൂടെ ചേരുമ്പം മൊത്തത്തിലുള്ള യാത്ര ഒരു 10-40 കിലോമീറ്റർ മുകളിലാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആകുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ കൂടെ വരുമ്പോൾ ഒരു 10-46 കിലോമീറ്റർ ആവും മൊത്തം അല്ലേ?
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മഴയും പിന്നെ അതുപോലെ തന്നെ ചെറിയ മഞ്ഞുവീഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ലൈറ്റ് വെയ്റ്റ് റെയിൻ കോട്ട് കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും അല്ലേ? കാടല്ലേ, എപ്പോഴും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് റെയിൻകോട്ട് എന്തായാലും കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. എന്ന് മഴ എപ്പോൾ മഴ എന്നൊന്നും പറയാൻ പറ്റില്ല, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. എനിക്കൊന്ന് വേറൊന്നേ, നമ്മളിപ്പോൾ വന്നിടത്ത് കുളിക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഈ ഒരു ദിവസവും 2 ദിവസവും നമ്മൾ അഗസ്ത്യാർകൂടത്തിലേക്ക് കയറുന്ന ദിവസവും അതിരാവിലെ എണീറ്റ് കുളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബാത്റൂം ഉണ്ട്. പക്ഷെ അത് അത്ര പ്രാക്ടിക്കലായിരിക്കില്ല, അത്രയധികം ആളുകളുണ്ട്. മാത്രമല്ല നല്ല തണുപ്പുമായിരിക്കും. ആ സമയത്ത് കുളിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ തിരിച്ചു വന്നാൽ നമുക്ക് അവിടെ കുളിക്കാൻ എന്ന് പറഞ്ഞ വല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ 3-ാം ദിവസം നമ്മൾ തിരിച്ചു പോകുന്ന സമയത്തും അതിരാവിലെ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് ഒന്നീ വഴി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് കഴിച്ചിട്ടിറങ്ങാം. പിന്നെ അതും അല്ലെങ്കിൽ കുളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗംഭീര സ്ഥലങ്ങളുണ്ട്. 2 മണിക്കൂറോളം സഞ്ചരിച്ചതിന് ശേഷം നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ പറ്റിയ സമയമാണ് ഒരു കുളി. അതെ, അതും ഈ നാച്ചുറൽ വാഴപ്പൈന്തിയാറിലാണ് നമ്മൾ കുളിച്ചത്. അത് കുറച്ച് വെള്ളമുണ്ട്, അവിടെ കിടക്കാൻ സൗകര്യമുള്ളതുകൊണ്ട്. അട്ടയാറിൽ അത്രയും വെള്ളമില്ലായിരുന്നു. ഓരോ സമയത്തും ഓരോരുത്തടത്തോ ഓരോ രീതിയിലാണല്ലോ വെള്ളം. ശരിക്കും നമ്മൾ കുറേ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ സാധനം വാങ്ങിക്കൊണ്ട് വരാൻ തോന്നുന്നു. അത് മേടിക്കുക, ഡേറ്റ്സ് മേടിക്കുക, അത് ഇതെല്ലാം ഒരു ആവശ്യം. ഇപ്പം നമ്മൾ തന്നെ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ബാക്കിയാണ് ഇനി, ഇല്ലേ? നമ്മൾ ഇടയ്ക്ക് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു എനർജി നിലനിർത്താൻ വേണ്ടിയുള്ള സാധനം മാത്രമേ മതി. അല്ലാതെ ഓവറെല്ലാം കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള നടപ്പ് ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യമുള്ളത്, അഗസ്ത്യാർകൂടത്തിലേക്ക് മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബാഗെല്ലാം ഇവിടെ വെച്ചിട്ടാണ് കയറുന്നത്. അന്നേരം കയറുമ്പോൾ ഏറ്റവും ലെസ്സായിട്ടുള്ള നമ്മുടെ ലഗേജ് ഉണ്ടാവുള്ളൂ. അതായത് മിനിമം കുപ്പി വെള്ളം, അല്ലെങ്കിൽ വളരെ കുറച്ച് നട്ട്സോ അങ്ങനെ ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഡ്രൈഡ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത്. ഇത് അത് ആ കയറ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. എനിക്കൊന്ന് ഇവിടെ വരുമ്പോൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പൈസയുടെ കാര്യം അല്ലേ? അതെ, അതായത് ക്യാഷ് പേയ്മെൻറ്റ്സ് ഇവിടെ കൂടുതലാണ്. കൂടുതലെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മളൊരു 10,000-3000 രൂപയെങ്കിലും ചില്ലറയാക്കി കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. 100 രൂപയുടെ 50 രൂപയുടെ ഒക്കെ നോട്ട് വേണം. അതെ, പലപ്പോഴും ചില്ലറ ഉണ്ടാവില്ല. എക്കോളോ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളുടെ ഫുഡ് മറ്റു കാര്യങ്ങൾക്ക് എല്ലാ പേയ്മെൻറ്റുകൾക്കും ക്യാഷാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിന് നെറ്റ്വർക്ക് കവറേജ് ഇല്ല എന്താണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ക്യാഷ് കൈ കരുതുക. പിന്നെ എനിക്ക് ഒന്ന് തോന്നിയത്, വിതുരയിലായിരിക്കും ലാസ്റ്റ് ATM കൗണ്ടർ ഉള്ളത്. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവരൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പൈസ എടുത്ത് വെക്കുക. അവിടെ ആളുകൾ കുളിക്കുന്നിടത്തേ ഇന്നാളൊരാൾ മോളിൽ കയറിയിട്ട് താഴെ വീണെന്ന്. അതായത് താഴെ വീണ് കൈവടിഞ്ഞായിട്ട് പറയുന്നത്. അതെ, അവിടെയുള്ള പയ്യന്മാർ വാച്ചർമാർ പറഞ്ഞതാണ്. ആളുകൾ പറഞ്ഞത് കേൾക്കാതെ സാധാരണ താഴെ വെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിലേക്കൊക്കെ കാഴ്ചയ്ക്കായി കയറും, മുന്നറിയിപ്പ് മറികടന്നുകൊണ്ട്. അതൊരു വലിയ അപകടമാണ്. അത്തരം യാത്രയിലെ അപകട സാധ്യതകൾ ഉണ്ട്, വന്യമൃഗങ്ങളുടെ കാര്യത്തിലടക്കം. അപ്പോൾ അതിനൊക്കെ ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മളൊന്ന് പാലിക്കണം. വേറൊന്ന് തോന്നിയത്, നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ 1-2 പേരായിരിക്കും. അപ്പം നമ്മളിതാ 2 പേര് മാത്രമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ പരമാവധി ഒറ്റയ്ക്ക് വരുന്നവർ മറ്റാരുടെയെങ്കിലും കൂടെ ചേർന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും അവർ പറയാറുള്ളത് അതാണ്, ഒന്നിലധികം ആളുകൾ ഉണ്ടാവണം. കാരണം വന്യമൃഗങ്ങൾ അത്രയുള്ള സ്ഥലമാണ്, നമ്മൾ ഒരു തരത്തിലും നമുക്കതിനെ ലഘൂകരിച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ അത് വല്ലാതെ ശ്രദ്ധിക്കണം. ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്, അവരെല്ലാവരും നന്നായി സഹകരിക്കുന്നവരുമാണ്. അപ്പം നമുക്ക് നല്ല സൗഹൃദങ്ങളും ഉണ്ടാവും. അങ്ങനെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം. ഒറ്റയ്ക്കായി പോവുകയും ചെയ്യരുത്. നമുക്ക് ചിലപ്പം പേടി തോന്നാം, കാരണം ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ കരടിയുടെ കാഷ്ടങ്ങളൊക്കെ കാണാം അത്രത്തോളം. അപ്പോൾ അത് വലിയ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അപ്പോൾ പൊതുവെ ഏതാണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വന്ന എക്സ്പീരിയൻസിൽ വന്ന് ഷെയർ ചെയ്യണം തോന്നിയ കാര്യങ്ങൾ, അല്ലേ? അതെ, എല്ലാവരും ഒരിക്കലെങ്കിലും പോകണം, എക്സ്പീരിയൻസ് ചെയ്യണം. പ്രായമായി അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം എന്നൊക്കെയുള്ള പറഞ്ഞ് മടി പിടിക്കേണ്ട ഒരു സ്ഥലമല്ല. ലൈഫിൽ ഒരിക്കലെങ്കിലും പോകണം. ശരീരത്തെ ഒന്ന് മെരുക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, അല്ലേ? അതെ. അപ്പോൾ ഹാപ്പി ജേർണി.